നമസ്കാരം. NTVയുടെ ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കാരണക്കാരായത് ചില ചെല്ലാനം സ്വദേശികളാണ്. അവിടെ വെള്ളം കയറിയത് ഒരു കാരണമാണ്. അതിനേക്കാൾ അപ്പുറം അവർ കഴിഞ്ഞ ദിവസം ശംഖുമുഖത്ത് വന്നിരുന്നു. ശംഖുമുഖത്ത് സംഭവിച്ച മാറ്റം നേരിട്ടറിയലായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ ഈ ബീച്ച് നറിഷ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ടെലിഫിലിം, ഒരു ഡോക്യുമെൻ്ററി അവതരിപ്പിച്ചത് അവർ കാണാനിടയായി. ശംഖുമുഖത്തൊരു മാറ്റം വേണമെങ്കിൽ സൃഷ്ടിക്കാം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി NTV അവതരിപ്പിച്ചത് അവർ കാണാനിടയായപ്പോൾ അവരെന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു മാറ്റം ശംഖുമുഖത്ത് വന്നോ? ഞാൻ പറഞ്ഞു, ശംഖുമുഖത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല, ശംഖുമുഖം മുഴുവൻ തകർന്നു കിടക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ് 2019 ഇങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ച ഉടനെ അങ്ങനെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ, ലാൻഡ് റിക്ലമേഷനെന്നോ അല്ലെങ്കിൽ ബീച്ച് നറിഷ്മെൻ്റെന്നോ എന്ന് പറയാവുന്ന എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 2020 മൺസൂൺ കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നു. നിങ്ങൾ വന്നോളൂ, ഇപ്പോൾ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തകർന്നു കിടക്കുന്ന ശംഖുമുഖമാണ് എന്നാണ് ഞാൻ അവരെ ധരിപ്പിച്ചത്. എന്തോ അവരെന്നെ ബന്ധപ്പെടാതെ അവരിവിടെ വന്ന് ശംഖുമുഖത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചുപോയി. എനിക്ക് തോന്നുന്നു അവരെ മനഃപൂർവ്വം ആരോ കബളിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നീട് ഞാൻ അവരെ ബന്ധപ്പെട്ടപ്പോൾ അവരെന്നോട് ചോദിക്കുന്ന മുഴുവൻ വിഴിഞ്ഞം പദ്ധതി കാരണമാണല്ലേ ശംഖുമുഖമൊക്കെ ഇങ്ങനെ പോയത്. ഞാൻ പറഞ്ഞു, എന്നാൽ ആര് പറഞ്ഞു നിങ്ങളോട്? അല്ല, അവിടെ വന്നപ്പോൾ അങ്ങനെ ചില വിവരങ്ങൾ കിട്ടി. എന്തായാലും അവരുടെ ആ വരവാണ് വീണ്ടും ഈ ബീച്ച് നറിഷ്മെൻ്റ് എന്ന് പറയുന്ന വിഷയത്തിലോട്ട് വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതിന് ചെല്ലാനംകാരോട് മാത്രമല്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം എന്താണ്, ഇങ്ങനെ കൂടുതൽ ആക്രമിക്കണം. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കൂടുതൽ ആക്രമിക്കുമ്പോഴാണ് അവർ കൂടുതൽ പഠിക്കുക, കൂടുതൽ പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുക. അങ്ങനെ കഴിഞ്ഞ പരിപാടിയിൽ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ കൂടി പറയാൻ ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇത് കഴിഞ്ഞ വർഷം 2019 ഞങ്ങൾ തിരുവനന്തപുരം മേയറെ പോയി കണ്ടു. ഈ ശംഖുമുഖം ബീച്ച് ഇങ്ങനെ നഷ്ടപ്പെടുന്നു, നമുക്ക് എന്തെങ്കിലും പരിഹാര മാർഗം കണ്ടുപിടിക്കണ്ടേ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടു. ഇങ്ങനെ ബീച്ച് നറിഷ്മെൻ്റ് എന്നൊരു സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും നല്ല ഫലപ്രദമായൊരു മാർഗം ഇത് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അതിനുവേണ്ടി ഒരു ഫിലിം ചെയ്യണം, ഇതെന്താണ് ഇതിൻ്റെ സാധ്യത എന്ന്, ലോകം മുഴുവൻ എങ്ങനെ നടക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിങ്ങളൊരു ഫിലിം ചെയ്താൽ ഞാൻ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കാം, നമുക്ക് പോയി മുഖ്യമന്ത്രിയെ കാണാം. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ശ്രീ VK പ്രശാന്ത് മേയർ സ്ഥാനം രാജിവെക്കുകയും MLA ആയി മാറുകയും ചെയ്തു. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണുകയോ ആ ഫിലിം കാണിക്കുകയോ ചെയ്യുകയുണ്ടായില്ല. ഇതാണ് ആ ഫിലിമിൻ്റെ പശ്ചാത്തലം. വാസ്തവത്തിൽ 2019 ഇത് ചെയ്തിരുന്നെങ്കിൽ 2020 ഇങ്ങനെ ഒരു ബീച്ച് കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ അത് NTVയുടെ കുറ്റമാണോ, അല്ലെങ്കിൽ ഈ ഫിലിം നിർമ്മിച്ചവരുടെ കുറ്റമാണോ, സംവിധാനം ചെയ്ത ഹേമന്തിൻ്റെ കുറ്റമാണോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ ഫിലിം കണ്ടിട്ട് എന്നെ കാസർഗോഡ് നിന്ന്, പൊന്നാനിയിൽ നിന്ന്, ഞാറക്കലിൽ നിന്ന്, ചെല്ലാനത്ത് നിന്ന്, ആലപ്പുഴയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുക. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ വരെ വിളിക്കുന്നു. അവർക്ക് പോലും ഇതൊരു പുതിയ അറിവാണ്. ഇതിൻ്റെ ചെലവ് എത്രയാകും, ഇത് നടപ്പാക്കാൻ പറ്റുമോ, ഇതിൻ്റെ പഠനം നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ബന്ധപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് വളരെ പുരോഗമനപരമായ, വളരെ പ്രോത്സാഹജനകമായ ഒരു നീക്കമാണ്. എന്തായാലും ഈ ഫിലിമിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി ഇനിയും വിശദീകരിക്കാനുണ്ട്. അതേ സമയത്ത് എന്നെ ഇസ്രായേലിൽ നിന്ന് ഒരാൾ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ബേസിൽ വർഗീസ്. പൂന്തുറ സ്വദേശിയാണ്. ഇപ്പോൾ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിന്നിരുന്ന അദ്ദേഹം ഭാഗ്യവശാൽ ഈ അമേരിക്കയിലെ മിയാമി ബീച്ച് വരെ പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടൊപ്പം പോയപ്പോൾ അദ്ദേഹം ഈ നറിഷ് വീണ്ടെടുക്കപ്പെട്ട ബീച്ചിലൂടെ നടക്കുകയൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന് നേരിട്ട് ആ ബീച്ച്, ഈ ഫിലിമിലൂടെ പറഞ്ഞ മിയാമി ബീച്ചിൻ്റെ ബീച്ചിലൂടെ തന്നെ സഞ്ചരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് ശ്രീ ബേസിൽ എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വന്നപ്പോൾ ജനങ്ങൾക്ക് ഒരു വലിയ താല്പര്യം ഇക്കാര്യത്തിൽ ഉണ്ടായതുകൊണ്ട് ബേസിൽ എന്നോട് മറ്റൊരു കാര്യം ചോദിച്ചു. ഇത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത് പുനഃസൃഷ്ടിച്ചിട്ടുണ്ടോ, ബീച്ച് നറിഷ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ ചെറിയ തോതിലുള്ളതാണ് വിഴിഞ്ഞത്ത് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മറ്റെവിടെയുണ്ട്, ഗോവയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെയുള്ള ഒരു അന്വേഷണമാണ്
എന്നെ ഈ ഇന്നത്തെ റിപ്പോർട്ടിലോട്ട് നയിക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മാസം 27 നമ്മുടെ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ, ഇപ്പോൾ അദ്ദേഹം UN-ൻ്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയൊക്കെ ചെയർമാൻ ആ പദവിയിലോട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ഒരു പ്രത്യേക കമ്മിറ്റിയുടെ പദവിയിലെത്തിയിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ജനുവരി 27 പോണ്ടിച്ചേരിയിൽ വന്ന് വീണ്ടെടുക്കപ്പെട്ട ബീച്ചിൻ്റെ ഉദ്ഘാടനം നടത്തി. എന്തുമാത്രം താല്പര്യമാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്ക് ഇത്തരം ഏറ്റവും പുരോഗമനപരമായ ഒരു ഇൻ്റർവെൻഷൻ, ഒരു നടപടിയിൽ ഉള്ളത് എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ആ വിഷയം. ഏകദേശം 4600 സബ്സ്ക്രൈബേഴ്സ് ഉള്ള അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ആ വിഷയം ഇതുവരെ കണ്ടത് കേവലം 9 പേരാണ്. കേന്ദ്രമന്ത്രി ഇത്രയും ബൃഹത്തായ ഒരു ഇന്ത്യയിൽ ആദ്യമാണ് ബീച്ച് തിരിച്ചു പിടിക്കൽ എന്ന് പറയുന്ന നടപടി പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ ഒരു ഘട്ടമെങ്കിലും പിന്നിട്ടത് ഇന്ത്യയിൽ ആദ്യമാണ്. അന്ന് അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ മന്ത്രി ആയിരുന്നിരിക്കാം. ആ കപ്പാസിറ്റിയിലാണ് അദ്ദേഹം വന്നത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ 4600 പേരുള്ള ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൽ 9 പേർ മാത്രം, അല്ലെങ്കിൽ അത്രയും പേർക്ക് മാത്രം താല്പര്യം ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ് ഇന്ത്യയിൽ ബീച്ച് നറിഷ്മെൻറ്റ്. അതുതന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ വികസന കാഴ്ചപ്പാടിലുള്ള വൈരുദ്ധ്യം. ഇങ്ങനെ പോണ്ടിച്ചേരിയിൽ ഇത് നിർമ്മിക്കാൻ അവർ ഏകദേശം 30 കോടി രൂപയാണ് ചെലവഴിച്ചത്. 3 കമ്പോണൻ്റ് ഉണ്ട് അതിനകത്ത്. ഒരു ബ്രേക്ക് വാട്ടറിൻ്റെ ഒരംശമുണ്ട്, ബീച്ച് നറിഷ്മെൻ്റ് ഉണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ റീഫുണ്ട്. അങ്ങനെ ഈ 3 കമ്പോണൻറ്റിൽ ആർട്ടിഫിഷ്യൽ റീഫ് പൂർത്തിയാക്കിയപ്പോൾ തന്നെ അവർ വിചാരിച്ച തോതിലുള്ള ബീച്ച് അവിടെ അവർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അവിടുന്ന് തന്നെ പരിസ്ഥിതിക്കാരെന്ന് പറയുന്നവരെല്ലാവരും ഈ പറയുന്ന എല്ലാ വികസനത്തെയും എതിർക്കുന്നവരല്ല എന്ന് പോണ്ടിച്ചേരിയിലെ പരിസ്ഥിതിക്കാർ നമ്മളോട് പറയുന്നു. പരിസ്ഥിതിക്കാർക്ക് ഈ നാട് വളരണം, ഈ ജനങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകണം, മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷണം ഉണ്ടാകണം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുള്ള പരിസ്ഥിതിക്കാർ ഇവിടെ ശംഖുമുഖത്തോ വിഴിഞ്ഞത്തോ കാണാത്ത തരം പരിസ്ഥിതിക്കാരെയാണ് നമ്മുടെ പോണ്ടിച്ചേരിയിൽ കണ്ടത്. അവർ നിർമ്മിച്ച ഫിലിമിൻ്റെ ഒരു ചെറിയ വിഭാഗം, കാരണം മുഴുവൻ കാണിക്കാൻ പ്രേക്ഷകർക്ക് ക്ഷമയുണ്ടാവില്ല, താല്പര്യമുള്ളവർക്ക് അവരുടെ യൂട്യൂബ് ലിങ്ക് നേരിട്ട് തന്നെ കാണാം. അവർ നിർമ്മിച്ച ഫിലിമിൻ്റെ ചെറിയൊരു വിഭാഗം നമുക്ക് കണ്ടിട്ട് തിരിച്ച് റിപ്പോർട്ടിലോട്ട് വരാം. The biggest advantage is now, earlier the waves were coming and hitting the rock walls and scouring the sand away, but now because the sand has got leveled out, the waves you will notice are breaking much further, and this scouring of sand has stopped. And you can see that because of the reef, now whatever sand is being dredged and pumped onto this side is filling up, and you can see the happiness in the faces of the families and the children and who are coming and enjoying the beach space. How do you measure this? Right. This will not come into any kind of measurement. So this has given a huge hope, where 45% of India's coast is eroding, and the only thing which governments are doing, state governments are doing, is dumping rocks to protect the coast, but not looking into the other aspects of the erosion on the northern, being passed on to the northern side, the impacts on the marine side, the impacts on the water aquifer and all that. So this is a pilot to show that it is actually possible to restore beaches. It's the first time in the country where a beach is being restored, and hopefully all the coastal states will take this example and work towards restoration of the beach rather than protecting the coast. We've done a lot of workshops, and when we asked the fishermen, what do you actually want? They said, we actually want a beach, because when we were young, we used to go and sleep on the beach. We used to play on the beach. It is our office, it is our home, it is our recreation space. But now we do not believe that it is possible. Okay. If they were made to believe, if they were shown that it is possible to restore a beach, they would at any time prefer to have a beach. For example, now we have so many people coming from Kerala, okay, because Kerala is all walled and walled and walled, and they have lost the beach. They come here because they are fed up of these rock walls. They want a beach. So they come here just to study that how we have restored our beach. Now they have gone back and they are pushing for restoration of the beach,
and not protection of the coast with walls. കേരളത്തിൽ നിന്ന് ആരൊക്കെയോ പോയി ആ ബീച്ച് കണ്ട് പഠിച്ചു എന്നാണ് അവർ പറയുന്നത്. ആരാണ് ഞാനെന്തായാലും പോയില്ല, കാണാൻ വേണ്ടി പോയില്ല. സാറ്റലൈറ്റ് ഇമേജിലൂടെയോ ഗൂഗിളിലൂടെയൊക്കെയാണ് ഇത് കാണാൻ ശ്രമിക്കുന്നത്. അവർ ഏകദേശം 1.5 കിലോമീറ്ററോളം ബീച്ച് തിരിച്ചു പിടിച്ചു. ചെല്ലാനങ്കാർ ശ്രദ്ധിക്കണം, 1.5 കിലോമീറ്ററോളം അവർ തിരിച്ചു പിടിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് അവർ ബീച്ച് തിരിച്ചു പിടിച്ചത്. അതിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കാത്തത് കൊണ്ട് പദ്ധതി പൂർത്തിയായിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതായത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഉപയോഗിച്ച് 1.5 കിലോമീറ്ററോളം, ഒരു പക്ഷേ പോണ്ടിച്ചേരിയുടെ സെക്രട്ടേറിയറ്റ് തൊട്ടടുത്തിരിക്കുകയാണ്, ആ ബീച്ചിൽ തന്നെയുണ്ട്. അത് സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അവരിത്രയും താല്പര്യമെടുത്തത് നടപ്പാക്കിയത്. ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണല്ലോ. കൊച്ചുതോപ്പിൽ കൂര ഇടിഞ്ഞു പോകുന്ന മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഇവിടെ ഏത് സർക്കാരിനാണ് താല്പര്യം? അതുകൊണ്ട് നമ്മുടെ സർക്കാർ ഇതിലൊന്നും താല്പര്യം കാണിക്കാതെ ഇപ്പോഴും ഇരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഇക്കണോമിക്സ് നമ്മളൊന്ന് മനസ്സിലാക്കണം. 1.5 കിലോമീറ്റർ ഏകദേശം 30 കോടി രൂപയാണ്. ഈ 30 കോടി രൂപയെന്ന് പറയുമ്പോൾ ശംഖുമുഖത്തിന് നിർമ്മിക്കാൻ പോകുന്ന ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള ഒരു കടൽ ഭിത്തിക്ക് 30 കോടി രൂപ വരും. കൺവെൻഷനലായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന, പരമ്പരാഗത രീതിയിൽ ഇട്ടിരിക്കുന്ന കടൽ ഭിത്തി പണിയാൻ ഏകദേശം 10 കോടി വരും. 1 കിലോമീറ്റർ പണിയാൻ 10 കോടി രൂപ വരും. അപ്പോൾ 10 കോടിയുടെ പുറത്ത് അടുത്ത വർഷം വീണ്ടും 5 കോടി ഇടേണ്ടി വരും, അല്ലെങ്കിൽ 2 കോടി ഇടേണ്ടി വരും. അങ്ങനെ ഒരു 5 വർഷത്തെ കല്ലിടൽ പ്രക്രിയ മാത്രം മതി 1 കിലോമീറ്റർ ബീച്ച് നറിഷ് ചെയ്യാൻ. അങ്ങനെ നമുക്ക് പോണ്ടിച്ചേരി പോലെ ശംഖുമുഖം നമുക്ക് തിരിച്ചു പിടിക്കാം, ചെല്ലാനം തിരിച്ചു പിടിക്കാം, ആലപ്പുഴയിൽ അർത്തുങ്കൽ അല്ലെങ്കിൽ അതുപോലുള്ള തൃക്കുന്നപ്പുഴ ഏതെങ്കിലും ബീച്ചുകൾ തിരിച്ചു പിടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അടങ്കൽ വെച്ച് തിരിച്ചു പിടിക്കാം. ഇതിനകത്ത് ഒരു നഷ്ടവുമില്ല. തീരദേശവാസികൾ ഒന്നാം തരം ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരുന്നവരാണ്. മത്സ്യം കയറ്റുമതി ചെയ്യുന്ന ഒന്നാം തരം ബിസിനസ്സാണ്. അപ്പോൾ അത്തരമൊരു തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ അവരുടെ സാഹചര്യം ഇംപ്രൂവ് ചെയ്യാൻ കോടികൾ മുടക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഇനി 30 അല്ല 40 കോടിയായാലും അത് ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഈ ബീച്ച് നറിഷ്മെൻറ്റ്. ഇതിന് നമ്മൾ പോണ്ടിച്ചേരിയിൽ നടപ്പാക്കിയ പദ്ധതി വേലുക്കുട്ടി അറിയാൻ 50 കൊല്ലം മുമ്പ് പറയുന്നതാണ്. ലാൻഡ് റിക്ലമേഷൻ എന്ന് പറയുന്ന സ്കീമാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കടലിനകത്ത് കിടക്കുന്ന മണ്ണിനെ എടുത്ത് കരയിൽ കൊണ്ടിട്ട് കര പുനഃസൃഷ്ടിക്കുന്നതാണ് ഈ ബീച്ച് നറിഷ്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് ഒരു സെൻറ്റൻസ്, പോണ്ടിച്ചേരിയിലെ ഫിലിം ചെയ്തിരിക്കുന്നവർ ഒരു സെൻറ്റൻസ് അടിവരയിട്ട് പറയുന്നുണ്ട്, വി ഹാവ് നോ അതർ ഓപ്ഷൻസ് ലെഫ്റ്റ് അതർ ദാൻ ദ ബീച്ച് നറിഷ്മെൻറ്റ് പ്രൊജക്ട് ടു സേവ് ദി കോസ്റ്റ് ലൈൻ. പോണ്ടിച്ചേരി പോണ്ടിക്യാൻ എന്ന് പറയുന്ന NGO ആണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കണക്ക് മനസ്സിലാകുന്നു, ഇത് യഥാർത്ഥത്തിൽ നടപ്പാക്കാൻ പറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത് നടത്തി തെളിയിച്ച ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി ശംഖുമുഖത്ത് നടപ്പാക്കാത്തതെന്ന് ഗവൺമെൻറ് പറയണം. ഇതിന് വേറൊരു ഉദാഹരണം കൂടിയുണ്ട്. വിശാഖപട്ടണത്ത് ഈ ഫെബ്രുവരിയിൽ 2020 ഫെബ്രുവരിയിൽ ഏകദേശം 3 വർഷത്തേക്ക് ഇതിൻ്റെ റെനോവേഷൻ ഉൾപ്പെടെ ഏകദേശം 40 കോടി രൂപയ്ക്ക് ടെൻഡർ കൊടുത്തിട്ടുണ്ട്. ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പൊതുമേഖലയിൽ തന്നെ സർക്കാരിന് തന്നെ പണം കിട്ടുന്ന പദ്ധതിയാണ് ബീച്ച് നറിഷ്മെൻറ്റ്. ഒരു കോൺട്രാക്ടർ, നിങ്ങൾ അദാനിക്ക് ആർക്കും കൊടുക്കണ്ട. അദാനിക്ക് മണ്ണ് കിട്ടാൻ വേണ്ടിയാണ് ബീച്ച് നറിഷ്മെൻറ്റ് പറയുന്നതെന്നാണ് എന്നെക്കുറിച്ചുള്ള മറ്റൊരു ആരോപണം. അദാനിക്ക് ഒരു മണ്ണും കൊടുക്കേണ്ട, ഒരു കല്ലും കൊടുക്കേണ്ട. നിങ്ങൾ ബീച്ച് നറിഷ്മെൻറ്റ് നടത്തി മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിച്ചാൽ മാത്രം മതി. അത്തരത്തിൽ ഈ പറയുന്ന 30 കോടി കൊണ്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ശംഖുമുഖത്ത് ചെയ്യാം. ശംഖുമുഖത്തിന് വേണ്ടി ഞാൻ വലിയ സ്വാർത്ഥതയൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അത്യാവശ്യമുള്ള ചെല്ലാനത്ത് ചെയ്യാം, അല്ലെങ്കിൽ കാസർഗോഡ് ചെയ്യാം. കേരളത്തിൽ എവിടെ ചെയ്യുന്നത് ഒരുപോലെയാണ്. 100 മീറ്റർ വീതിയിൽ ബീച്ച് ഉണ്ടാക്കാൻ, 100 മീറ്റർ തിര അടിച്ച് വന്ന് നിൽക്കുന്നതിൽ നിന്ന് 100 മീറ്റർ ബീച്ച് 2 മീറ്റർ പൊക്കത്തിൽ മണ്ണിട്ട് പൊക്കുന്നതിനാണ് ഈ പറഞ്ഞ 30 കോടി രൂപ. അങ്ങനെയുള്ള ഒരു പദ്ധതി അടിയന്തിരമായി കേരളത്തിൽ നടപ്പാക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കരുത്. തൊട്ടടുത്ത സംസ്ഥാനത്തുള്ളവർ, മലയാളികൾ, കേരളീയർ അവിടെ പോയി കണ്ട് മടങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇതൊന്നും നടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കേരള സർക്കാർ അടിയന്തിരമായി ഈ വിഷയത്തിൽ തീരുമാനമെടുത്ത് ഈ തീരദേശവാസികളെ സംരക്ഷിക്കണം എന്നാണ് NDVക്ക് പറയുവാനുള്ളത്.